കോഴിക്കോട് മുണ്ടുപാലത്ത് യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. ഇരിങ്ങല്ലൂർ സ്വദേശി ഷെരീഖിനെ തലക്കടിച്ച് കൊന്നെന്ന സുഹൃത്ത് മുഹമ്മദ് അഷ്റഫ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. പോലീസ് പരിശോധന നടത്തിയപ്പോൾ കൊലപാതക ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല. ലഹരി ഉപയോഗം മൂലമുള്ള മരണമാണെന്നാണ് സംശയം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ആകെ അടിമുടി ദുരൂഹതയാണ്. സുഹൃത്ത് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറയുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊന്നു എന്ന്. പക്ഷേ പോലീസ് എന്ന് പരിശോധന നടത്തുമ്പോൾ അവിടെ മൃതദേഹമുണ്ട്. പക്ഷേ മരണകാരണം ഒരു കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നുമില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യങ്ങൾ, അനഘ? പ്രജിത്ത്, ഇന്ന് രാവിലെയാണ് ഇരിങ്ങല്ലൂർ ചാലിൽ സ്വദേശിയായിട്ടുള്ള ഷെരീഖിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഷെരീഖിന്റെ സുഹൃത്തായിട്ടുള്ള ഈ മുഹമ്മദ് അഷ്റഫാണ് ഈ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തി പറയുന്നത് താനിങ്ങനെ തന്റെ സുഹൃത്തായിട്ടുള്ള ഷെരീഖിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ പോലീസ് ഈ വാടക വീട്ടിലെത്തുന്നു, പരിശോധിക്കുന്നു. ഈ പരിശോധന നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശോധനയിൽ ഇവിടെ മൽപ്പിടുത്തത്തിന്റെ ലക്ഷണങ്ങളോ അതുപോലെ തലക്കടിയേറ്റതിന്റെ പാടുകളോ ഒന്നും ആ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായി പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം ഇരുവരും ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം. ആ ലഹരിയുടെ ഉപയോഗം അമിത ഡോസിൽ അളവിൽ കൂടിയതാകാം ഈ മരണ കാരണം എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും ഈ കൊലപാതകം ആകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഷെരീഫിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അപ്പോൾ മാത്രമാണ് ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ. ഇപ്പോഴും ഈ ഷെരീഖിന്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഇപ്പോഴും ഈ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ കസ്റ്റഡിയിലുള്ള ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിനും ചില വ്യക്തത കുറവുകൾ ഇപ്പോഴുമുണ്ട്. എന്തിന്റെ പേരിലാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇയാൾ തരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ നടപടികളും ഒക്കെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിമുടി ദുരൂഹത നിറഞ്ഞൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രജിത്ത്.